ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കെഎസ്യുവിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിലേക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന SSLC പരീക്ഷ എഴുതുവാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 10 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് ചോദ്യ പേപ്പർ അടിച്ചു നൽകുന്ന ഒരു നാണം കെട്ട ഒരു ഗതികെട്ട രീതിയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതുവരെ ഇല്ലാത്ത നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു വിവാദമായിട്ടുള്ള സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പറയണം. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. കോടിക്കണക്കിന് രൂപയ്ക്ക് നവകേരള സദസ്സ് സംഘടിപ്പിച്ച സർക്കാർ, കേരളീയ പരിപാടി സംഘടിപ്പിച്ച സർക്കാർ, അനാവശ്യമായിട്ടുള്ള സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു സർക്കാർ എന്തിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നു? ഇത്രയ്ക്ക് ഗതികെട്ട സർക്കാരാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് കേരളത്തിലെ KSU പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സമരം ഞങ്ങൾ ഈ സർക്കുലർ പിൻവലിക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്തിരിക്കുമ്പോൾ മന്ത്രിയെ കണ്ടിട്ട് KSU മറങ്ങൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഈ സമരവുമായിട്ട് തുടരും. ഒരു തരത്തിലും പിന്നോട്ടില്ല. ഈ സർക്കുലർ പിൻവലിക്കാതെ ഒരു കാരണവശാലും കേരളത്തിന്റെ തെരുവീതികളിൽ നിന്നും KSU പിൻവലിയില്ല എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് മുഴുവൻ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം തുടരുമെന്നും കൂടി അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. SSLC മോഡൽ പരീക്ഷാ ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ ഈടാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. RB സനോബ തത്സമയം സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോബ, ഇതുവരെ ഇല്ലാത്തൊരു വലിയ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കാനായി ഈ ഒരു സംഭവം ഇത് തിരിച്ച് എടുക്കാതെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണോ KSU പറയുന്നത്? ശരി, സനൂപിലേക്ക് എത്താം. KSU പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് തിരുവനന്തപുരത്ത്. അല്ല, ഞങ്ങളുടെ ശ്രദ്ധയിലോ നിങ്ങളുടെ ശ്രദ്ധയിലോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ, നിങ്ങളുടെ സ്റ്റോറികളിൽ നിങ്ങളുടെ ശേഖരണങ്ങളിൽ കൃത്യമായിട്ടും ഇതിന്റെ ഡാറ്റകൾ, ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഒരു തർക്കവുമില്ല. ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു കാലഘട്ടത്തിൽ പല സർക്കാരുകൾ ഭരിച്ച ഘട്ടത്തിൽ ഇങ്ങനൊരു വിവാദമായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് ഏർപ്പാടായിക്കൊണ്ട് കേരളത്തിലെ ഒരു SSLCയുടെ ഒരു മോഡൽ പരീക്ഷ നടത്തുന്ന സർക്കുലർ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാം. നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി, ഇവിടെ വിവരവും വിവേകവും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങ് വിഴുങ്ങിക്കൊണ്ട് മിണ്ടാതെ വായും മുറ്റാൻ മടക്കിയടിക്കാൻ ഞങ്ങളാരും ഭരണവിലാസ സംഘടനയല്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് KSU. ഒരു കാരണവശാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് അപ്പടി വിഴുങ്ങി അത് ഉൾക്കൊണ്ട് ഈ പിൻവലിഞ്ഞു പോകേണ്ട സാഹചര്യമൊന്നും കേരളത്തിലെ KSUവിനില്ല. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് കേട്ടല്ല കേരളത്തിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. സമരം തുടരും. ഞങ്ങളുടെ സമരം കേരളത്തിലുടനീളം നിങ്ങൾക്കറിയാം, കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ നിലവിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് KSUവിന്റെ സമരം ശക്തമായിട്ട് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോകുക. ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ സർക്കുലർ പിൻവലിക്കണം. ഇത്രയ്ക്ക് നാണം കെട്ട ഗതികെട്ട ഒരു സർക്കുലർ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തട്ടെ, ചർച്ച ചെയ്യട്ടെ. ഞങ്ങളതല്ലേ പറയുന്നത്, ഇത് പിൻവലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അകത്ത് അടയിരുന്നു കൊണ്ട് ഇതിനങ്ങ് തള്ളി പറഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കുന്ന സർക്കുലർ പിൻവലിക്കണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്.